ദ്രോഹം തീരെ അരുത്, അക്രമം തീരെ അരുത് എന്ന് മാത്രമല്ല, നമ്മളിലൂടെ ആർക്കും നാം അറിയാത്ത രൂപത്തിൽ വരെ ദ്രോഹമില്ലാതിരിക്കാനുള്ളതായ മാർഗങ്ങൾ ഉണ്ടാവരുത്. അതിനുള്ള സർവ വഴികളെ നാം പൂട്ടിവെക്കേണ്ടതാണ്. അപകടമില്ലാതിരിക്കാൻ വേണ്ടി തന്നെ നാം മുഖേന ആരും തന്നെ ദ്രോഹിക്കപ്പെടാതിരിക്കാൻ, മനുഷ്യൻ, മുസ്ലിമല്ല, മനുഷ്യൻ ദ്രോഹിക്കപ്പെടാതിരിക്കാൻ. എന്നാൽ ഇസ്ലാം മക്ക ഇമാമ് പറഞ്ഞതുപോലെ, നമുക്കറിയാവുന്നതുപോലെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ മതം പരിപൂർണ മതമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് വിടവാങ്ങുന്ന സന്ദർഭത്തിൽ നാം പഠിച്ച തത്വമാണ്, മഹജ്ജത്തുൽ ബൈളായിലേക്കാണ് നമ്മോട് വിടവാങ്ങുമ്പോൾ നമ്മിൽ ഏൽപ്പിച്ചു പോയത്. പ്രത്യക്ഷപ്പെട്ട പ്രഭയാണ് നബി നമ്മളോട് വിടവാങ്ങിയ വേളയിൽ. ഈ മതം പരിപൂർണമായതുകൊണ്ട് തന്നെ അതിൽ മനുഷ്യന് അനിവാര്യമായ അത്യാവശ്യമായ എന്തൊക്കെയുണ്ട്, അവൻ്റെ വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ, എല്ലാ തുറകളിൽ അവന് അനിവാര്യമായ എന്തൊക്കെയുണ്ട് അത് മുഴുവൻ ഇസ്ലാം വിവരിച്ച് വിശദീകരിച്ച് പറഞ്ഞു തന്ന് പഠിപ്പിച്ച്, അതിനെക്കുറിച്ചുള്ള ആയത്തുകളാണെങ്കിൽ ആയത്ത്, ഹദീസുകളാണെങ്കിൽ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച് പോയതുകൊണ്ടാണ് നിങ്ങളെ തറക്തുക്കും ഒഴിവാക്കിയത് അലൽ മഹജ്ജത്തുൽ ബൈളാ, മഹജ്ജത്തുൽ ബൈളാന്റെ മീതെയാണ്, അഥവാ പ്രത്യക്ഷപ്പെട്ട പ്രഭയുടെ മീതെയാണ്. പ്രഭയുമായിട്ടാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ലൈലുഹ, അതിന്റെ രാത്രി, കനഹാരിഹ, അതിന്റെ പകൽ പോലെയാണ്. ലാ യസീഗു അൻഹാ, അതിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോകുന്നതല്ല, ഇല്ലാ ഹാലിക്, നഷ്ടപ്പെട്ടവനല്ലാതെ എന്ന്. ജീവിതത്തിൽ കളവ് പറയാത്തവരും ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരുമായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി വിശദീകരിച്ചതാണ്. അപ്പോൾ നമ്മുടെ മതം പരിപൂർണമാകുമ്പോൾ ഈ മതത്തിൽ എന്തെല്ലാം നമുക്ക് അനിവാര്യമുണ്ടോ, നമ്മുടെ കോർട്ടിൽ, നമ്മുടെ റോട്ടിൽ, നമ്മുടെ കടയിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ വ്യാപാരത്തിൽ, നമ്മുടെ യാത്രയിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, അതെല്ലാം നമുക്ക് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുന്നവർ, പഠിക്കുന്നവർ കണ്ടെത്താൻ സാധിക്കുന്നതും കാണാൻ സാധിക്കുന്നതും ആണ് എന്നർത്ഥം. സഹോദരന്മാരെ, സഹോദരികളെ, അതാണ് ലാ ദററ വലാ ളിറാറ എന്ന, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹ് നൽകിയതായ അമാനുഷികത്വത്തിന്റെ ഒരു ഭാഗമാണത്. കാരണം നാം പഠിച്ചു എന്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയതായ അമാനുഷികത്വ കഴിവിൽപ്പെട്ടതാണ് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പദത്തിലൂടെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന, അർത്ഥഗാംഭീര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായ, തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഭാഗങ്ങൾ ചെറിയ പദത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കാനുള്ളതായ കഴിവ് നൽകി എന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നിഷേധികളോ അല്ലെങ്കിൽ ബുദ്ധിക്ക് യോജിച്ച ഹദീസ്, യോജിക്കാത്ത ഹദീസ് എന്ന് വേർപ്പെടുത്തി പറയുന്നവരോ യഥാർത്ഥത്തിൽ ഞാൻ പറയാറുണ്ട്, അവർക്ക് അല്ലാഹു ബുദ്ധി നൽകാത്തത് കൊണ്ടാണ്, അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ അത് പറയുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് സ്ഥിരീകരിക്കപ്പെട്ട, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് പോലെയുള്ള ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ചെറിയ മറ്റുള്ള നബിമാരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റുള്ള നബിമാർക്ക് ഇല്ലാത്ത 4-5 കാര്യങ്ങളിലൂടെ എന്നെ അല്ലാഹു പുകഴ്ത്തി, വാഴ്ത്തി, പൊക്കി, ഉയർത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽപ്പെട്ടതാണ് എന്ത്, എനിക്ക് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു സംസാരത്തിൽ എന്ത് നൽകിയിട്ടുണ്ട്, സാഹിത്യ ശൈലിയിലുള്ളതായ പദങ്ങൾ പ്രയോഗിക്കാനുള്ളതായ കഴിവ് കൽപ്പ് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നിങ്ങളെ ഞാൻ കളിപ്പിച്ചതായ, ഇന്ന് മക്ക ഇമാമ് ചർച്ച ചെയ്തതായ 2 പദം, ലാ ദററ വലാ ളിറാറ. കരുതിക്കൂട്ടിയോ കരുതിക്കൂട്ടാതെയോ സത്യവിശ്വാസികൾ അങ്ങുമിങ്ങോ മനുഷ്യരാശിയോട് അങ്ങുമിങ്ങോ ദ്രോഹിക്കുകയോ അങ്ങുമിങ്ങും ദ്രോഹമുണ്ടാവുകയോ ചെയ്യാൻ പാടുള്ളതേ അല്ല. എന്തുകൊണ്ട്? ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനം നമ്മുടെ
നമ്മുടെ ദീനിനെ സംരക്ഷിച്ചിട്ടുണ്ട്, നമ്മുടെ അഖലിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അഖൽ എന്ന് പറഞ്ഞാലും ദീൻ എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാവുന്നതാണ്. ദീൻ നമ്മുടെ മതം, നമ്മുടെ മതത്തിനെ അടിയറ വെച്ചുകൊണ്ട് നാം ഒന്നും കാട്ടാൻ പാടുള്ളതല്ല. ദീനിനെ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ അവിടെ സംരക്ഷിക്കാൻ വേണ്ടി ശരീരത്തെ അഹൂതി ചെയ്യാൻ വരെ ഖുർആൻ കൽപ്പിച്ചു, ഇസ്ലാം കൽപ്പിച്ചു. അപ്പോൾ ദീനിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്, അഖലിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ലഹരി പദാർത്ഥം എല്ലാ ഇനത്തിലുള്ളത് ഹറാമാക്കി. കുടിയാവട്ടെ, തിന്നലാവട്ടെ, നക്കലാവട്ടെ, ഏത് രൂപത്തിലുള്ളതായിരുന്നാലും വിരോധമില്ല. അവകൾ മുഴുവനും ഖുർആൻ ഇസ്ലാം ഹറാമാക്കി. എന്തേ? അതിന്റെ പിന്നിൽ എന്താണ്? നമ്മോട് കൽപ്പിക്കുന്നത് ബുദ്ധിയെ, അത് ഒരു സെക്കൻഡ് പോലും ആ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കാൻ പാടുള്ളതല്ല. അത് നിങ്ങൾ ഉണർന്നിരിക്കുന്ന കാലത്തോളമെല്ലാം ആ ബുദ്ധി ശരിക്ക് വർക്ക് ചെയ്യണം. കാരണം അള്ളാഹ് ചെയ്തു തന്നതായ വിശാലമായ ഒരു അനുഗ്രഹമാണ് മനുഷ്യരാശിക്ക് ബുദ്ധി എന്നത്. അതുകൊണ്ട് ആ ബുദ്ധിയെ രക്ഷിക്കുക, സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിന്റെ പ്രധാന ഭാഗമാണ്. അത് ഞാൻ കുല്ലിയാത്തുൽ ഖംസ എന്ന് പറയുക. അതിൽ ദീന് ആദ്യം, പിന്നെ അഖല്, അപ്രകാരം തന്നെ മൂന്നാമതായിട്ട് നാം സംരക്ഷിക്കേണ്ടതായ ഭാഗമാണ് നഫ്സ്, ശരീരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ചിട്ട്, മിനയിൽ വെച്ചിട്ട്, അറഫയിൽ വെച്ചിട്ട് ലോകത്തോട് വിട വാങ്ങിയ ഹജ്ജത്തുൽ വദാ എന്ന ഹജ്ജ് ചെയ്തതായ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അർത്ഥഗാംഭീര്യമുള്ളതായ പദപ്രയോഗങ്ങൾ നടത്തിയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രസംഗങ്ങൾ അവിടെ നടന്നു. ആ പ്രസംഗത്തിന്റെ അവസാനത്തെ ഗണ്ണികകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നാം ഈ പറഞ്ഞതായ ഭാഗങ്ങളൊക്കെ കാണാവുന്നതാണ്. അതിൽപ്പെട്ടതാണ് നിങ്ങൾ അങ്ങുമിങ്ങും പരസ്പരം വധിക്കരുത്, നിങ്ങൾ അങ്ങുമിങ്ങും പരസ്പരം കൊല്ലരുത്. നിങ്ങൾ എന്നിട്ട് ഓരോ മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അബിയദ അലാ അസ്വദ, നിങ്ങൾ എന്നിട്ട് അനറബികളെക്കാളോ അപ്രകാരം തന്നെ കറുത്തവൻ വെളുത്തവനേക്കാളോ യാതൊരു ചേഞ്ചുമില്ല. കുല്ലുക്കും മിൻ ആദം, നിങ്ങൾ മുഴുവനും ആദമിൽ നിന്നിട്ടാണ്. ആദമു മിന തുറാബ്, ആദം മണ്ണിൽ നിന്നിട്ടാണ്. അലാ ഫലാ തർജിഉ ബഅദി ദുല്ലാല, എൻ്റെ ശേഷം നിങ്ങൾ അക്രമികളായി, അല്ലെങ്കിൽ ഫലാ തർജിഉ ബഅദി ദുല്ലാല, നിങ്ങൾ കുഫാറ, നിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും കാഫിരീങ്ങളായി കൊല ചെയ്യുന്നവരായി മാറരുത്. ഫലാ തർജിഉ ബഅദി ദുല്ലാല യദ്രിബു ബഅദുക്കും റിഖാബ ബഅദ്, പരസ്പരം അങ്ങുമിങ്ങും കഴുത്ത് വെട്ടുന്നവരായി മാറരുത്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം, നിങ്ങളുടെ ചോര, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത് പരസ്പരം നിങ്ങളിൽ ഹറാമാണ്. നിങ്ങൾ ആരുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടുള്ളതല്ല. ആരും ആരുടെ ശരീരത്തെ, ചോരയെ പിച്ചു ചീന്താൻ പാടുള്ളതല്ല. ഇന്ന ദിമാഅക്കും വഅറാദക്കും വഅംവാലക്കും, നിങ്ങൾ ആരും തന്നെ അവന്റെ സമ്പത്തിനെ, അവന്റെ സുഹൃത്തിന്റെ സമ്പത്തിനെ കൈകടത്താൻ പാടുള്ളതല്ല, ആക്രമിച്ചെടുക്കാൻ പാടുള്ളതല്ല. അതൊക്കെ നിങ്ങൾക്ക് പരസ്പരം ഹറാം ഹറാം ഹറാമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അവരുടെ നബിയുടെ അവസാനത്തെ പ്രസംഗത്തിന്റെ അവസാനത്തെ ഖണ്ഡികകളിൽ ഊന്നിപ്പറഞ്ഞതായ ഭാഗത്തിൽപ്പെട്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞതായ മക്ക ഇമാം ഉണർത്തിയതായ ലറൂറാത്തുൽ ഖംസ് എന്ന് പറഞ്ഞതായ ആ പ്രധാനപ്പെട്ടതായ ലറൂറാത്തുകളിൽ ഒന്ന് ദീന്, മറ്റൊന്ന് അഖല്, മറ്റൊന്ന് നഫ്സ്, മറ്റൊന്ന് മാൽ സമ്പത്ത്, പിന്നെ അഞ്ചാമത്തത് ഇർദ് അഭിമാനം. ഈ 5 ലറൂറാത്തുകളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ആ 5 ലറൂറാത്തുകളെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല സുന്ദരമായ ആസ്വാദികരമായ ജീവിതം ഭൂമിയിൽ നിന്ന് തന്നെ ജീവിക്കാൻ സാധിക്കും. പണ്ട് 1-ാം നൂറ്റാണ്ടിൽ നമ്മുടെ സഹാബാക്കൾ മദീനയിൽ ജീവിച്ചതായ കാലഘട്ടത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കസ്റ്റഡിയിൽ ജീവിച്ചതായ കാലഘട്ടത്തിൽ ആർക്കും ആരെയും ഭയപ്പെടേണ്ടി വന്നിരുന്നില്ല. ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനം മദീനയിൽ നിന്നിട്ട് മറ്റു നാടുകളിലേക്ക് വ്യാപകമായപ്പോൾ, ഇവിടെ നിന്ന് 1500 കിലോമീറ്റർ അകലെ നിൽക്കുന്നതായ സന്നയിലേക്ക് എത്തിയപ്പോൾ, ഇവിടെ നിന്ന് അപ്രകാരം തന്നെ ആയിരക്കണക്കിന് നാഴിക അകലെ നിൽക്കുന്നതായ ഇറാഖിലേക്ക് എത്തിയപ്പോൾ, സിറിയയിലേക്ക് എത്തിയപ്പോൾ, ഈജിപ്തിലേക്ക് എത്തിയപ്പോൾ, ആ നാടിലെല്ലാം ഇപ്പറഞ്ഞതുപോലെ റസൂലുള്ളാഹി പറഞ്ഞതുപോലെയുള്ളതായ സംരക്ഷണങ്ങൾ വീണ്ടെടുക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചു എന്നത് പച്ചപ്പരമാർത്ഥമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനം
അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതത്തെ പരിപൂർണമാക്കി തന്നു എന്ന് പറഞ്ഞതായ ആ പരിപൂർണമാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ 5 കാര്യങ്ങളെ ഇസ്ലാം സംരക്ഷിച്ചു എന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ നടക്കുമ്പോൾ അവൻ്റെ കൂടെയുള്ളതായ ആയുധത്തെ, കൂടെ ആയുധമുണ്ടെങ്കിൽ ആയുധത്തെ, വാളാണെങ്കിൽ വാള്, അമ്പാണെങ്കിൽ അമ്പ്, അത് മറ്റുള്ളവരിലേക്ക് തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്നിരിക്കലും അതിൻ്റെ മോനയെ കൈകൊണ്ട് പിടിക്കണം, അല്ലെങ്കിൽ അതിനെ എൻ്റെ മോനയെ താഴ്ത്തി പിടിക്കണമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്ത് അവിചാരിതമായിട്ട് വരെ നിന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാവരുത്. നീ ഒരു പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ടാകുകയില്ല, പക്ഷെ അത് മീതെ പിടിച്ചാലോ ശ്രദ്ധിക്കാത്തത് കാരണത്താൽ മറ്റുള്ളവരിലേക്ക് തട്ടും, അപ്പോൾ മറ്റുള്ളവർ ദ്രോഹിക്കും. അപ്പോൾ നിന്നിലൂടെ നിന്റെ അശ്രദ്ധ കൊണ്ട് വരേക്കും എന്തുണ്ടാവരുത്, ദ്രോഹമുണ്ടാവരുത്. അപ്പോൾ പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ, നമ്മുടെ നേതാക്കൾ ഫിഖഹിന്റെ പകുതിയാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞു എന്ന് ഇന്ന് മക്ക ഇമാമ പറഞ്ഞതിന്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യന്റെ ഹദീദ കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ നടക്കുന്ന വേളയിൽ അവന്റെ കൂടെയുള്ളതായ യന്ത്രം കൊണ്ടോ ആയുധം കൊണ്ടോ മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണെങ്കിൽ ആ ദ്രോഹിക്കുന്ന വ്യക്തിയെ മലക്കുകൾ ശപിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ റസൂലുള്ള പറഞ്ഞ ഹദീദ് ഇന്നത്തെ കാലഘട്ടത്തിൽ അവന്റെ മൊബൈൽ കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണെങ്കിൽ അതിൽ പെടും. മൊബൈൽ കൊണ്ട് അറിയാതെ മറ്റുള്ള സ്ത്രീകളെയോ മറ്റുള്ള പുരുഷന്മാരെയോ ആരെയാണെങ്കിലും നീ ഇഷ്ടപ്പെടാത്തവരെ അവരിഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ അവന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, അവൻ അറിയാതെ രൂപത്തിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നീ അവനെ ദ്രോഹിച്ചാളായി മാറി. ഉദാഹരണത്തിന്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീദ് എന്ന വാക്കുകൊണ്ട് വിവക്ഷ ഹദീദ് അത് ആയുധം ആണ്, അത് ദ്രോഹിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ദ്രോഹം എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്നതായ മൊബൈലും അതിൽ പെടുന്നതാണ്. അത് ഇസ്ലാം ഉദ്ദേശിച്ച രൂപത്തിലല്ലാതെ മറ്റുള്ളവരുടെ ദ്രോഹത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ